ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഓട്സിൻ്റെ കേൾക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. വീട്ടിൽ ഓട്സ് ഇഷ്ടമില്ലാത്ത പലരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഓട്സ് വെച്ചിട്ടുള്ളൊരു ദോശയാണ്. ഓട്സ് ദോശയ്ക്ക് ഒത്തിരി ഫെർമെൻറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓട്സ് പൊടിച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാൾ ഈ ഓട്സ് പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ നേരം എളുപ്പമുണ്ടായിരിക്കും. ഓട്സ് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഓട്സ് ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ പച്ചമുളക് അരിഞ്ഞത്, 2 കുഞ്ഞുള്ളി അരിഞ്ഞത്, ഒരു 6 ടേബിൾ സ്പൂൺ തൈര്, ഉപ്പ്, കരിവേപ്പില ആവശ്യത്തിന്. ഈ ഓട്സിൻ്റെ അകത്തോട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാ. നിങ്ങൾ കലക്കുമ്പോഴത്തേക്ക് നല്ല ലൂസായിട്ട് കലക്കണം, അല്ലെങ്കിൽ ഇത് ഇരിക്കുമ്പോഴത്തേക്ക് ഓട്സ് ആയതുകൊണ്ട് നല്ലതായിട്ട് അങ്ങ് കുറുകി വരും. അപ്പോൾ ഇച്ചിരി വെള്ളം കൂട്ടി കലക്കി വെക്കണം. ഇനി ഇതിന് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ മാവിന് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഒത്തിരി ലൂസും ആവരുത്, ഒത്തിരി ടൈറ്റും ആവരുത്. നമുക്ക് ദോശ ചൂടാം. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമ്മുടെ ഫുഡ് നല്ലതായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.